നമസ്കാരം. മഹാഭാരതത്തിൽ ഭഗവത്ഗീതയിൽ ധർമ്മയുദ്ധത്തെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന മാതുലന്മാരെയും ബന്ധുമിത്രാദികളെയും പിതാമഹന്മാരെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വില്ല് താഴെ വെച്ച അർജുനനെയും ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഞാൻ എത്തിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അർജുന നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നിൻ്റെ കർമ്മം ആണെന്ന് പറഞ്ഞ് അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ചതായിട്ടൊക്കെ നാം ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. രാമായണത്തിലും രാവണ യുദ്ധവും നാം കേട്ടു. പക്ഷെ അതെല്ലാം ഒരു ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സത്യവും നീതിയുമൊക്കെ സമൂഹത്തിന് പാലിക്കണമെന്നുള്ള കാഴ്ചപ്പാട് ലോകത്തിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് യഥാർത്ഥമാണോ മിത്താണോ എന്നുള്ള ചർച്ചയ്ക്കപ്പുറം അതിനെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങൾ നാം ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്നു, രണ്ടാമത്തെ ലോകമഹായുദ്ധം നടക്കുന്നു. രണ്ടാം ലോകമഹായുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ വിവിധ ശാക്തിക ചേരികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുദ്ധം പ്രഖ്യാപിച്ച് കോടിക്കണക്കിന് ആളുകൾ നിരാലംബരും നിരാശരുമായപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് രൂപം കൊടുക്കുന്നു. യുണൈറ്റഡ് നേഷൻസിന് രൂപം കൊടുത്തതിന് ശേഷം ലോകം കേട്ടത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ എല്ലായിടത്തും പറക്കുന്നതും സമാധാനവുമാണ്. എന്നാൽ പരമ്പരാഗതമായി വംശവൈര്യമുണ്ടായിരുന്ന, പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വൈര്യമുണ്ടായിരുന്ന, സുന്നി ഷിയ വൈര്യമുണ്ടായിരുന്ന ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോഴും കനൽ ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടെ തീ ആളിക്കത്തുകയാണ്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാരും ജൂതന്മാരുമൊക്കെ ഇന്ന് പറയുന്ന പാലസ്തീനിലും ഇസ്രായേലിലുമൊക്കെ അവിടെ വരികയും അവിടെ ഉണ്ടായിരുന്ന താമസിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ ഓട്ടോമാൻ ഭരണാധികാരികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മുസ്ലിം വിഭാഗവും ഉണ്ടായിരുന്നു. മുസ്ലിം വിഭാഗത്തിനായിരുന്നു മുൻതൂക്കം. പക്ഷേ അവിടെ 3 വിഭാഗക്കാരുടെയും യഹൂദന്മാരുടെ ദേവനും നസ്രത്തും ജെറുസലേമും യേശുദേവൻ്റെ ജന്മസ്ഥലവും മദീനയും മെക്കയും കഴിഞ്ഞാൽ മൂന്നാമത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ആരാധിക്കുന്ന സ്ഥലവും നബി തിരുമേനി അന്ത്യയാത്ര നടത്തിയ സ്ഥലവും എല്ലാം ഉൾപ്പെടുന്ന ജെറുസലേമും, ശരിക്കും പറഞ്ഞാൽ ഈ റമദാൻ മാസത്തിൽ സമാധാനത്തിൻ്റെ ദൂതുമായി ലോകത്തിന് ശാന്തി നൽകേണ്ടുന്ന ഒരു നഗരം, ആ നഗരത്തിൻ്റെ പേരിൽ പടിഞ്ഞാറൻ ജെറുസലേമിൻ്റെയും കിഴക്കൻ ജെറുസലേമിൻ്റെയും പേരിൽ എത്ര വർഷങ്ങളായി യുദ്ധം നടക്കുന്നു. ഇന്നിപ്പോൾ സുന്നി എന്നും ഷിയ എന്നും പറയുന്ന 2 വിഭാഗക്കാർ, മുസ്ലിം വിഭാഗത്തിൽ തന്നെ 2 വിഭാഗക്കാർ അറേബ്യൻ രാജ്യങ്ങളിൽ ഒരു വശത്തും ഇറാൻ മറ്റൊരു വശത്തു നിന്ന് യുദ്ധം നടക്കുമ്പോൾ സൗദി അറേബ്യയും ദുബായും UAE പോലുള്ള രാജ്യങ്ങളിൽ, ഒമാനിലും ഖത്തറിലുമൊക്കെ അമേരിക്ക സൈനിക തുറക്കുകയും അവരുടെ കൂടി ഒത്താശയോടുകൂടി ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധം ആരംഭിക്കുകയും ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ഖമൈനിയെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത പുതിയ കാഴ്ച. 90കളിൽ ഇറാഖിൻ്റെ സദ്ദാം ഹുസൈൻ വധിക്കപ്പെട്ടെങ്കിൽ ഇപ്പോഴിതാ വീണ്ടും അടുത്ത മുറിവുകളുമായി പുതിയ ഖമൈനിയുടെ വധം ചരിത്രത്തിലിടം നേടുകയാണ്. മാനവ സമൂഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സത്യവും നീതിയും ന്യായവും കരുണയും സഹിഷ്ണുതയും സഹാനുഭൂതിയും മാത്രം പഠിപ്പിക്കുന്ന മതഗ്രന്ഥങ്ങൾ, നൂറ്റാണ്ടുകളായി ഒരേ മതത്തിൽപ്പെട്ടവർ വിവിധ വിഭാഗങ്ങളായി നിന്ന് തമ്മിലടിക്കുന്ന കാഴ്ച ലോകത്തിന് ഭൂഷണമല്ല. ഇറാനിലെ 71 കുട്ടികളെ ഇസ്രായേൽ കൊല്ലുമ്പോൾ, ഇസ്രായേലിലെ 200 പേരെ ഇറാൻ കൊല്ലുമ്പോൾ, തിരഞ്ഞു പിടിച്ച നഗരങ്ങളെ കൊല്ലുമ്പോൾ, വിമാനത്താവളങ്ങൾ അടച്ചിടുമ്പോൾ, 1 കോടിയിൽ പരുന്ന ഇന്ത്യക്കാർ, വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ അശാന്തിയിലേക്ക് പോകുമ്പോൾ എന്താണ് ഈ ലോകം ഈ റമദാൻ മാസത്തിൽ സമൂഹത്തിന് നൽകുന്ന സന്ദേശം?
ലോകം മുഴുവൻ കീഴ്മേൽ മറിക്കുന്ന യുദ്ധതന്ത്രങ്ങളുമായി ആണവ യുദ്ധമൊക്കെ നടത്തും, ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും, ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഇറാൻ പറയുമ്പോൾ, ഇറാൻ ആണവായുധം പ്രയോഗിച്ചാൽ അത് ഇറാനിൽ മാത്രമായി നിൽക്കുമോ, അല്ലെങ്കിൽ അത് പ്രയോഗിക്കുന്ന അറേബ്യൻ രാജ്യങ്ങളിലേക്ക് മാത്രമായി നിൽക്കുമോ, ഏതെല്ലാം പ്രദേശങ്ങളിലേക്ക് അത് പോകും, ഏതെല്ലാം രാജ്യങ്ങളിൽ ന്യൂക്ലിയർ പ്ലാന്റുകളുണ്ടോ അവിടെയെല്ലാം അത് വ്യാപിക്കുമോ, ഈ ഭൂമിയെ തന്നെ വീണ്ടും സംഹരിക്കുമോ? എത്ര ഗുരുതരമായ നിരവധി ചോദ്യങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. 5000-ഓളം വർഷങ്ങളാൽ തുടങ്ങി ഒട്ടോണോമൻകാരുടെ ഭരണം കഴിഞ്ഞ് 1917 മുതൽ 47 വരെ ബ്രിട്ടീഷുകാരാൽ ഭരിക്കപ്പെട്ട് 47 മെയ് 13 ബ്രിട്ടീഷുകാർ ഇസ്രായേൽ എന്ന രാജ്യമുണ്ടാക്കി കൊടുത്ത് യഹൂദന്മാരെ പാർപ്പിച്ചപ്പോൾ അവിടെ അശാന്തിയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളെ കാണാതെ പോയതാണോ? എന്തായാലും ആ സമയത്ത് ഐക്യരാഷ്ട്രസഭ 2 രാജ്യങ്ങൾ വേണം എന്ന് പറയുന്ന കാഴ്ചപ്പാട് വന്നു, സയണിസം വന്നു, സയണിസ്റ്റുകൾ വന്നു. എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? ഒരു പശ്ചിമേഷ്യൻ, പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരു 8-10 രാജ്യങ്ങൾ, അതിലെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്, ഒരു യഹൂദ രാജ്യവും, ഇസ്രായേൽ എന്ന യഹൂദ രാജ്യവും, ബാക്കിയെല്ലാം ഇസ്ലാം രാഷ്ട്രങ്ങളുമാണ്. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ചാൽ, അങ്ങനെ അംഗീകരിച്ച് കൊടുത്താൽ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം കൂടി നഷ്ടപ്പെടുമെന്നും, ജെറുസലേം ഉൾപ്പെടെ യഹൂദന്മാരുടെ ദേവൻ്റെ സ്ഥലമായ ജെറുസലേം ഉൾപ്പെടെ നഷ്ടപ്പെടുമെന്നും, മാത്രമല്ല തന്ത്രപ്രധാനമായൊരു സ്ഥലമാണെന്നും, അങ്ങനെ തന്ത്രപ്രധാനമായൊരു സ്ഥലം നഷ്ടപ്പെട്ടാൽ പാലസ്തീൻകാർ വെറുതെ ഇരിക്കില്ല എന്നും, ഇസ്രായേലുകാരെ ബാക്കി കൂടി ആക്രമിക്കുമെന്നുമുള്ള ഇസ്രായേലിൻ്റെ വാദവും, ഞങ്ങളുടെ നബി തിരുമേനിയുടെ അവസാനം പാലായനം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവസാന യാത്ര നടത്തിയ മക്കയും മദീനയും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3-ാം സ്ഥാനമായി ഞങ്ങൾ അംഗീകരിക്കുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമുള്ള ജെറുസലേം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പാലസ്തീൻകാർ പറയുമ്പോൾ, പാലസ്തീൻ ഇതൊന്നും കഴിയാത്തത് കൊണ്ട് ഹമാസ് എന്ന് പറയുന്ന വെസ്റ്റ് ഗാസയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമൊക്കെ ഭരണം നടത്താനുള്ള ഹമാസിൻ്റെ തീരുമാനവും, ഇടയ്ക്കിടെ ഹമാസ് വെറുതെ ഇസ്രായേലിൽ കയറി ചൊറിയുന്നതും ഇസ്രായേൽ തിരിച്ചടിക്കുന്നതും എല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 47കളിൽ ഐക്യരാഷ്ട്രസഭ വന്നതോടുകൂടി ആയുധ വ്യാപാരം ലോകത്ത് മറ്റൊരു രൂപത്തിലേക്ക് മാറിയതാണ്. അമേരിക്ക ആയുധ വ്യാപാരം നടത്തി, അമേരിക്കയും ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയുമൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കി ചെറിയ ചെറിയ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ മതത്തെയും ജാതിയെയും വർഗത്തെയും വർണ്ണത്തെയൊക്കെ ഇളക്കി വിട്ട് അവർക്കിടയിൽ ഭീകരാന്തരീക്ഷമുണ്ടാക്കി, യുദ്ധങ്ങളുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന യുദ്ധമുണ്ടായി, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി, എത്ര യുദ്ധങ്ങൾ നടന്നു നമ്മുടെ ലോകത്ത് കണ്ടു. ഇതെല്ലാം സൃഷ്ടിക്കുന്നതിൽ യുദ്ധോപകരണങ്ങളുടെയും യുദ്ധോപകരണങ്ങൾക്ക് ശേഷമുള്ള ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ വിൽപ്പനയുടെയും കഥകളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ വരവോടുകൂടി എല്ലാം മാറുകയും ലോകം മറ്റൊരു തരത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. അപ്പോഴും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഹമാസിൻ്റെ പ്രദേശങ്ങളിലും പാലസ്തീനിലും ഇസ്രായേലിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലും യഹൂദ രാജ്യത്തുമൊക്കെ സമാധാനം ഒരു കാരണവശാലും ഉണ്ടായിരുന്നു. ആ ജനത അത് അക്കസ്റ്റമഡായി, അല്ലെങ്കിൽ അതുമായി പൊരുത്തപ്പെട്ടുവോ എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയാണുള്ളത്. ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങളുടെ ഗവൺമെൻറ് ഇവിടെ ഉണ്ട് എന്നുള്ള, ഗവൺമെൻറ് ഞങ്ങളെ സുരക്ഷിതരായി നോക്കുന്നു എന്നുള്ളൊരു തോന്നൽ പോലും ഉള്ളപ്പോഴും കുട്ടികളുടെ പ്രദേശങ്ങൾ, മുതിർന്നവർ താമസിക്കുന്ന പ്രദേശങ്ങൾ, ഫ്ലാറ്റുകൾ, വിമാനത്താവളങ്ങൾ, പ്രധാന ടൗൺഷിപ്പുകൾ ഒക്കെ ഈ മിസൈലുകളും ഡ്രോണുകളും വീണ് നശിക്കുമ്പോൾ പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികൾ നിരപരാധികൾ, യുദ്ധമെന്തെന്നറിയാൻ പോലും പ്രായമാകാത്ത കുഞ്ഞുങ്ങൾ, കുട്ടികൾ, ഗർഭിണികളൊക്കെ മരിക്കുന്ന പുതിയ ലോകത്താണ് നാം താമസിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ എന്തിനാണ് ഈ മതം, എന്തിനാണ് ജാതി, എന്തിനാണ് ഈ സംവിധാനങ്ങൾ എന്ന് മാനവരാശിയുടെ മോചനത്തിന് വേണ്ടിയും വിമോചനത്തിന് വേണ്ടിയും ആണോ ഇതൊക്കെ വന്നിട്ടുള്ളത്? അതോ വിവിധ അറകളിലായി കയറി നിന്ന് പരസ്പരം പോരടിക്കുവാനും യുദ്ധ കൊതിയന്മാർക്ക് അവസരമുണ്ടാക്കി കൊടുത്ത്, അവർക്ക് സൈനിക താവളങ്ങൾ തുടങ്ങാൻ അവസരമുണ്ടാക്കി കൊടുത്ത്, അവരുടെ ആയുധങ്ങൾ വിൽക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത്, പുതിയ സാമ്പത്തിക ശാസ്ത്രം, സാമ്പത്തിക വ്യവസ്ഥ, സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള സഹായം ചെയ്തു കൊടുക്കലാണോ ഈ സംവിധാനങ്ങളുടെയൊക്കെ
ചുമതല എന്നുള്ളതാണ്. സൗദി അറേബ്യ ആലോചിച്ച് നോക്കൂ, ഖുറാനിലും അതുപോലെ തന്നെ നബി തിരുമേനിയിലും ഇസ്ലാം മതത്തിലും വലിയ തോതിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ദുബായ്, റാസൽ കൈമ, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, ഏത് രാജ്യം എടുത്ത് നോക്കൂ, അവരെല്ലാം മുസ്ലിം നബി തിരുമേനിയിൽ വളരെ ഗൗരവമായി വിശ്വസിക്കുന്നവരാണ്. പക്ഷേ റമദാൻ മാസത്തിൽ അവർക്ക് യുദ്ധം ചെയ്യേണ്ടിയോ യുദ്ധം നേരിടേണ്ടിയോ വരുന്നു. രണ്ടായാലും ഇതൊന്നും ഭൂഷണമല്ല. പക്ഷേ ഇത് ആരോടാണ് നമ്മളിത് പറയുക? ഏത് ജനതയോടാണിത് പറഞ്ഞു തീർക്കുക? ഇപ്പോൾ തന്നെ ഖൊമൈനിക്ക് പകരമായി വന്നിരിക്കുന്ന രണ്ടാമത്തെ മകൻ ഇതിനേക്കാൾ വലിയ തീവ്രവാദം പറയുന്ന, ഖൊമൈനി പറയുന്നതിനേക്കാൾ മൂർച്ചയോടുകൂടി പ്രവർത്തിക്കുന്ന ഇറാൻ്റെ പരമാധികാരിയാണ് ഇനി ചാർജ് എടുക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അദ്ദേഹത്തെയും ഇസ്രായേൽ വകവരുത്താൻ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുസ്സിന് എത്ര കാലം? ഇതിനിടയിൽ പറഞ്ഞു കേൾക്കുന്നത് 40ഓളം പേരെ ഇസ്രായേലുകൾ വധിച്ച 40 പേരെ, അതായത് ഖൊമൈനിയെയും ഖൊമൈനിയുടെ ബന്ധുമിത്രാദികളെയും മക്കളെയും സുഹൃത്തുക്കളെയും അവിടുത്തെ പ്രധാനപ്പെട്ട സൈന്യാധിപനെയും വിദേശകാര്യ നേതാക്കളെയും അടക്കം 40 പേരെ വധിച്ചിട്ടുണ്ട്. ആ 40 പേരിൽ ഒരാളായി ഇപ്പോൾ നിയുക്തമായി പറയുന്ന, അല്ലെങ്കിൽ ചാർജ് എടുക്കും എന്ന് പറയുന്ന മകനും മരിച്ചിട്ടുണ്ടോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും വലിയ തർക്കമാണ് നടക്കുന്നത്. കോടിക്കണക്കിന് ജനങ്ങളാണ്, ലക്ഷക്കണക്കിന് പേരാണ് ഇറാൻ്റെ തെരുവീതികളിൽ ഇറങ്ങി ഖൊമൈനിയുടെ മരണത്തെ അപലപിച്ചുകൊണ്ട് കരയുന്നതും സങ്കടപ്പെടുന്നതും. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. ഇനിയിപ്പോൾ നെതന്യാഹുവിന് എന്തെങ്കിലും സംഭവിച്ചാലും ഇതൊക്കെ തന്നെയായിരിക്കും ഇസ്രായേലിൽ നടക്കുന്നത്. എന്തിനാണ് ലോകരാഷ്ട്രങ്ങൾ ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതവിശ്വാസങ്ങളുടെ പേരിൽ ഇങ്ങനെ തമ്മിലടിക്കുന്നതെന്ന് എത്ര കണ്ടിട്ടും മനസ്സിലാകുന്നില്ല. അധികാരവും സമ്പത്തും മതവും വിശ്വാസ പ്രമാണങ്ങളും തമ്മിൽ ഇഴചേർന്ന് ഒന്നിനെയും വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ മാനവരാശി വല്ലാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് നമ്മൾ കാണുന്നത്. സദ്ദാം ഹുസൈനെ വധിക്കുമ്പോൾ അമേരിക്കയ്ക്ക് യൂഫ്രട്ടീസ് ടൈഗ്രീസ് പ്രദേശങ്ങളിലെ നദിയിലെ വെള്ളം കൂടി കണ്ണുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ചരിത്രത്തിൽ. ഇവിടെയാണെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പുറത്തുള്ളൊരു കണ്ണും ലോക വ്യാപാരത്തെ ആകെ മുച്ചൂട് മുടിക്കുന്നതിനും ലോക വ്യാപാരത്തെ ആകെ പുതിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയും മുന്നിലുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഇസ്രായേലിനെ ചാവേറുകളായി നിർത്തി അമേരിക്ക എന്ത് പ്ലാനാണ് ലോകത്ത് നടപ്പിലാക്കുക എന്നതും വളരെ ഗൗരവമായി നാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന ഭ്രാന്തൻ, അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഭ്രാന്താണ്. ഒരു വശത്ത് അദ്ദേഹം സമാധാനം പറയും, മറുവശത്ത് ഭീകരവാദം പറയും, അതിതീവ്രവാദം പറയും. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നു, എനിക്ക് 2 ദിവസമോ 3 ദിവസമോ മതി ഇറാനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനും എനിക്കറിയാം. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇസ്രായേലിൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്നുള്ള കാര്യവും, അവർക്ക് യഹൂദന്മാർക്ക് തീർച്ചയായും അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യമാണ് ഇസ്രായേൽ. സ്വാഭാവികമായിട്ട് ഇസ്രായേൽ അവർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ പാലസ്തീൻ ആർക്കുള്ളതാണ്? പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹമാസ് സ്വയം പ്രഖ്യാപിത രാജ്യം എന്നുള്ള നിലയിൽ ഖാസിയെയും വെസ്റ്റ് ബാങ്കിനെയും കയ്യിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? എവിടെയാണ് ഒളിപ്പോരാളികളും അതുപോലെ തന്നെ സായുധ സേന ഒക്കെ ഉണ്ടാക്കി പരസ്പരം ലോകരാഷ്ട്രങ്ങളുടെ പണം, മുതലാളിമാരുടെ പണവും വാങ്ങിക്കൊണ്ട് നടക്കുന്ന ഈ പോരാട്ടത്തിൽ, ഈ യുദ്ധത്തിൽ ആരാണ് ആത്യന്തികമായി വിജയിക്കുന്നത്? സൈനികരുൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാരും സൈനികരും അതുപോലെ തന്നെ മറ്റ് സ്ഥാനപതികളും ഒക്കെ അടങ്ങുന്ന 40 പേരെയാണ് ഇറാൻ നഷ്ടമായത്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് മരിക്കുന്നത്, മുതിർന്നവരാണ് പോകുന്നത്, സീനിയർ സിറ്റിസൺസാണ് പോകുന്നത്. കോടാനുകോടി രൂപയുടെ സമ്പദ് വ്യവസ്ഥയാണ് തകിടം മറിയുന്നത്. എന്നിട്ട് എന്ത് നേടുന്നു എന്നുള്ളതാണ്. ആത്യന്തികമായി മുറിവുകളും വേദനകളും സങ്കടങ്ങളും നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന മതവൈര്യവും നിത്യനിരാതനമായ ദുഃഖവും പ്രയാസവും എന്നും പരസ്പരം തമ്മിലടിക്കുന്ന തലമുറകൾ തന്നെ തമ്മിലടിക്കുന്ന കാര്യങ്ങളായി മാറുന്നതിനപ്പുറം ഇതിനെവിടെയാണൊരു ശാശ്വതമായ പരിഹാരം? ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധമൊന്നുമല്ലല്ലോ. ഇവിടെ ധർമ്മ പുനഃസ്ഥാപനത്തിന് പകരമായി അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പടയോട്ടമാണല്ലോ, സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. പശ്ചിമേഷ്യ രാജ്യങ്ങളിലെ എണ്ണ കമ്പനികളെ കണ്ടുകൊണ്ടുള്ള അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക രംഗത്തിന് വേണ്ടി മാത്രം നടത്തുന്ന, അധികാരത്തിന് വേണ്ടി, മതത്തിന് വേണ്ടി, മതത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി മാത്രം നടക്കുന്ന ഈ യുദ്ധത്തിൽ ആത്യന്തികമായി ആരാണ് ജയിക്കുക, ആരാണ് പരാജയപ്പെടുക? ഒരു യുദ്ധവും ആത്യന്തികമായി മാനവരാശിക്ക് സമാധാനം നൽകിയിട്ടില്ല.
ഖമൈനുള്ള മരിക്കുമ്പോൾ രണ്ടാമത്തെ മകൻ അതിനേക്കാൾ തീവ്രമായി മുന്നോട്ട് വരുന്നു. അദ്ദേഹത്തെയും കൊല്ലുമെന്നും ഇതിനോടകം കൊന്നിട്ടുണ്ടെന്നുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്തായാലും പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്ത അത്ര സുഖകരമല്ല. ഞാൻ ആ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ രാമായണത്തിലോ മഹാഭാരതത്തിലോ ഒക്കെ പറയുന്ന, പുരാണങ്ങളിലൊക്കെ പറയുന്ന ധർമ്മ പുനഃസ്ഥാപനത്തിനുള്ള യുദ്ധമല്ല ഇത്. അധികാര കൊതിയുടേതാണ്, നിലനിൽപ്പിൻ്റേതാണെന്ന് പറയാൻ കഴിയില്ല. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാത്ത ഈ യുദ്ധം ആർക്ക് വേണ്ടി എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. അതിനുത്തരം പറയാൻ ഇസ്രായേലിനും ഇറാനും അമേരിക്കയ്ക്കും ഐക്യരാഷ്ട്രസഭയ്ക്കും എല്ലാവർക്കും അതിൻ്റേതായ ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട്.